ഇന്ന് ടൂറിസം രംഗത്ത് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരവനുകൾ. കണ്ണൂരിലെ എൻ്റെ കേരളം എക്സിബിഷനിൽ എത്തിയിരിക്കുകയാണ് ഈ കാരവൻ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. നമ്മളോടൊപ്പമുള്ളത് ഈ കാരവന്റെ സാരഥിയായ സിംജിൽ സാറാണ്. ഈ കാരവന്റെ കൂടുതൽ വിശേഷങ്ങൾ സാറിനോട് നമുക്ക് ചോദിക്കാം. നമ്മളിത് ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതായത് കാരവാൻ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി കേരള സർക്കാരുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് പ്രൈവറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ അത് പ്രൈവറ്റാണ്. ഓൾറെഡി നമ്മൾ സർക്കാരിൽ രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വന്നേക്കാണ്. അത് ആളുകൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും എന്താണ് ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് അറിയിക്കുന്നതിനും ആളുകളെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്കൊരു പ്രീമിയം കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു 4 സീറ്റാണ് വരുന്നത്. 4 സീറ്റ് എന്ന് വെച്ചാൽ ഇത് 4 സീറ്റ് റിക്ലൈനർ സീറ്റാണ്. ഫുള്ളി റിക്ലൈനായിട്ട് നമുക്കൊരു ബെഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ്. അത് കൂടാതെ പുറകിൽ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിൽ 2 ബെഡാണുള്ളത്, മേളിലും താഴെയായിട്ട്. പിന്നെ ഒരു ബാത്റൂം, അതിൻ്റെ കൂടെ ഒരു ഇൻഡക്ഷൻ കുക്കർ, ഒരു ഓവൻ, ഒരു ഫ്രിഡ്ജ്, ഇത്ര ഫെസിലിറ്റിയാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പം നമുക്ക് മാക്സിമം ഒരു ഫാമിലിയിൽ ഒരു 8 പേർക്ക് ഒരു കംഫർട്ടായിട്ട് രീതിയിൽ ട്രാവൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാരവാനുകൾ ഇപ്പോൾ ഈ ക്യാരവാൻ കൂടുതൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന വണ്ടികളാണ്. ഇപ്പം നമ്മൾ ഒരു ക്യാരവാൻ ചെയ്യുമ്പോൾ അയാൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള രീതിയിലാണ് ക്യാരവാൻ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിതൊരു ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ 4 സീറ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ സീറ്റുകൾ അഡീഷണൽ ആഡ് ചെയ്ത് ചെയ്യുന്ന ആളുകളും വേറെയുണ്ട്. വേറെ കൂടുതൽ സീറ്റ് എണ്ണം കൂട്ടിയിട്ട്. പക്ഷെ അന്നേരം നമ്മൾ ഇതുപോലത്തെ റിക്ലൈനർ സീറ്റ്സ് ആവില്ല, വെറും സാധാ ഒരു സെമി സ്ലീപ്പർ സീറ്റ് വെച്ചിട്ട്. അപ്പോൾ ആളുകൾക്ക് എണ്ണം കൂടുതൽ സഞ്ചരിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. ആദ്യമായിട്ടാണ് കയറുന്നത്. ഒരു അത്ഭുതമുണ്ട്, മോശമില്ല. ഇരിക്കാൻ നല്ല സുഖമുണ്ട്. നല്ലൊരു ആദ്യത്തെ അനുഭവമാണ്. ടൂറിസം ആണല്ലോ. യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ യാത്ര ചെയ്യണം. പക്ഷേ എന്നാൽ സാമ്പത്തികമൊക്കെ വലിയ നിലയിലാവുമല്ലോ. സാധാരണക്കാർക്ക് അങ്ങനെ പ്രയാസം ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മളെ മനസ്സതിൻ്റെ കൂടെയുണ്ട്. സൂപ്പർ. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. എങ്ങനെ യാത്ര ചെയ്യാൻ ഇനി കൂടുതൽ താല്പര്യം തോന്നുന്നു. സംഭവം തന്നെ ബസ്സിൽ കയറി നമ്മളൊരു ആഗ്രഹങ്ങൾ സഫലമായി. ഏതായാലും ഇവിടെ വരുമ്പം ഒരു നല്ല പ്രതീക്ഷയോടെയാണ് വന്നത്. ആ വന്നതിന് നമുക്ക് ഗുണമുണ്ടായി എന്നുള്ളതാണ്.
കാരണം പലതരത്തിലുള്ള കാരണം അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിട്ടുള്ള 4 മിഷൻ പ്രവർത്തനങ്ങൾ, പ്രധാനമായും 4 മിഷൻ പ്രവർത്തനങ്ങളാണ്. ആ 4 മിഷൻ പ്രവർത്തനങ്ങളെ ഊന്നിക്കൊണ്ടിട്ടുള്ള വിവിധ സ്റ്റാളുകളും എല്ലാം ഭംഗിയായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ജൈവമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ ഒരു 100-100ഓളം ആളുകളെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഇവിടെ വന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്കും വളരെ എന്താ പറയുക, അവർക്ക് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നതുകൊണ്ട്. അപ്പോൾ ഏതായാലും എല്ലാം സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഈ ഒരു പരിപാടി ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ പഞ്ചായത്തിന്, എരമംകുറ്റൂർ പഞ്ചായത്തിന് അനുഭവപ്പെട്ടിട്ടുള്ളത്. എൻ്റെ കേരളം മെഗാ എക്സിബിഷൻ അപ്പോൾ ഈ മാസം 14-ാം തീയതി വരെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഈ കാരവന്റെ വിശേഷങ്ങൾ നേരിട്ടറിയാൻ എല്ലാവരും എൻ്റെ കേരളം എക്സിബിഷനിലേക്ക് സന്ദർശിക്കുക. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന് വേണ്ടി അശ്വതി സൈനിങ് ഓഫ്.